നമസ്കാരം. കഴിഞ്ഞ ദിവസം ഷാജൻസ് കറിയുടെ ഒരു വീഡിയോ കണ്ടു. അരവിന്ദ് കെജ്രിവാളിനെ അതിൽ നന്നായി വെളുപ്പിക്കാൻ പരിശ്രമിക്കുന്നു. എന്തിനാണ് ഇത്രയധികം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ കുറച്ച് പരിഷ്കാരങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരുകൾ ചെയ്തതിനേക്കാൾ കുറച്ച് പരിഷ്കാരങ്ങൾ വരുത്തി ജനങ്ങൾക്ക് കുറച്ച് ഗുണങ്ങളുണ്ടായി. അത് ശരി തന്നെയാണ്. എന്നാൽ പക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ തെറ്റുകൾ അല്ലെങ്കിൽ പിഴകൾ അല്ലാതായി തീരുന്നില്ല. സ്വാഭാവികമായും മറയാക്കി പല നല്ല കാര്യങ്ങളും മറയാക്കി ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ മാത്രം ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ചെയ്ത നന്മയുടെ പേരിൽ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ട് എന്നതിന്റെ പേരിൽ ആ കുറ്റങ്ങളൊക്കെ മറക്കണമെന്നുമാണോ പറയുന്നത്? എങ്ങനെയാണ് കെജ്രിവാൾ അധികാരത്തിലേക്ക് വന്നത്? അണ്ണാ ഹസാരെ എന്ന ഒരു വ്യക്തി, ഒരു ഗാന്ധിയൻ നടത്തിയ സമരം, അദ്ദേഹത്തിന് പണി കൊടുത്തുകൊണ്ടല്ലേ കെജ്രിവാൾ ആം ആദ്മി പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അണ്ണാ ഹസാരെ അങ്ങനെ ഒരു സമരം അവിടെ നടത്തിയിട്ടില്ല, ലോക്പാൽ സമരം നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ എന്നൊരാൾ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അണ്ണാ ഹസാരക്കിട്ട് നല്ല മുട്ടമണി കൊടുത്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാക്കി, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, ആം ആദ്മി എന്നുള്ള പാർട്ടി ഉണ്ടാക്കി വരുന്നേ. ആ ഒരു ആവേശം, ഒരു ചെറുപ്പക്കാരൻ, അഭ്യസ്തവിദ്യൻ, സാധാരണ ഒരു രാഷ്ട്രീയ തലങ്ങളിലല്ലാതെ പെട്ടെന്ന് ഒരു വിദ്യാഭ്യാസ തലത്തിൽ നിന്ന് ഒരാൾ ഉയർന്നു വരുമ്പോൾ അത് ജനം സ്വീകരിച്ചു, ഒരു മാറ്റമായി കണ്ടു. ആ മാറ്റം ജനങ്ങൾ ഇപ്പോഴും അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനർത്ഥം അദ്ദേഹം ചെയ്ത തെറ്റ് മറക്കണമെന്നോ പറയുന്നതല്ല. എന്താണ് കെജ്രിവാളിനെതിരെയുള്ള കുറ്റം? മദ്യനയം. ആ കേസിൽ 100 കോടി രൂപ കൈക്കൂലി വാങ്ങി. അതിന് തെളിവുണ്ട്, വാങ്ങിയതിന് വ്യക്തമായ തെളിവുണ്ട്. അങ്ങനെ തെളിവുള്ളത് കൊണ്ട് തന്നെയാണ് കെജ്രിവാൾ പെട്ടത്. ഈ കേസിൽ തന്നെയാണ് നോക്കൂ, മനീഷ് സിസോദിയെ 1 വർഷമായിട്ട് ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ അകത്ത് കിടക്കുന്നത്. BRSന്റെ കവിത അടക്കമുള്ളവർ അകത്ത് പോയത് അങ്ങനെയാണ്. കാര്യം തെളിവുകൾ ഉണ്ടെങ്കിൽ ആരും അറസ്റ്റ് ചെയ്യേണ്ടെന്നാണോ? രാഷ്ട്രീയ വിരോധമുണ്ട് എന്ന് കരുതി ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ അപ്പാടെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. മുമ്പ് കുറെ കാലം മുമ്പ് പറഞ്ഞിരുന്നു, ഇവിടെ മറ്റേതൊക്കെയോ കുറെ പമ്പൻ മുതലാളികൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേന്ദ്രത്തിലുള്ളതെന്ന്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എത്ര പമ്പന്മാർ ഇന്ത്യ വിട്ട് ഓടി, എത്ര പേർ പാപ്പരായിപ്പോയി. പമ്പന്മാർ നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് വരെ ഇന്ത്യ അടക്കി വാണിരുന്ന പലർക്കും ഇന്ത്യ കാണാൻ പറ്റാത്ത അവസ്ഥയില്ലേ. അവർക്ക് കോടീശ്വരന്മാരല്ലേ, ശതകോടീശ്വരന്മാരോ ഒരുപക്ഷെ സഹസ്ര കോടീശ്വരന്മാരോ അല്ലേ എന്തോ ഇങ്ങോട്ട് വരാൻ കഴിയാത്തത്. അപ്പോൾ അതൊന്നും അല്ല കാര്യം. ഇവിടെ ഷാജൻസ് കറിയെ പറഞ്ഞതല്ല കേസിന്റെ രീതി. ഡൽഹിയിൽ മദ്യം, നിലവിൽ അന്നത്തെ മദ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും സർക്കാരിന്റെ ഒരു നിയന്ത്രണത്തിലായിരുന്നു. എവിടെ പോലെ നമ്മുടെ ഈ കേരളത്തിന്റെ സ്റ്റൈലിൽ പൂർണ്ണമായും അത് സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരുന്നു. സർക്കാർ തലത്തിലുണ്ടായിരുന്ന ആ ഒരു സംവിധാനം അതിനെ പ്രൈവറ്റൈസ് ചെയ്ത് കൃത്യമായിട്ട് ബ്ലോക്കുകളാക്കി തിരിച്ച് കൊണ്ടുവന്നു. പണ്ട് നമ്മളെ ചാരായം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, റേഞ്ചുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ. നമ്മൾ സിനിമയിലും മറ്റും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു പൈന്റിന് ഒരു പൈന്റ് ഫ്രീ എന്ന് പറഞ്ഞതുപോലെ കോൺട്രാക്ട് എടുത്തിട്ടുള്ള പാർട്ടികൾ, ഈ മദ്യം വിൽക്കാൻ വേണ്ടിയിട്ട് കോൺട്രാക്ട് എടുത്തിട്ടുള്ള പാർട്ടികൾ തമ്മിൽ ഭയങ്കര മത്സരമായി, വലിയ മത്സരമായി അവർ തമ്മിൽ. ഒരു കുപ്പിക്ക് ഒരു പൈന്റ് ഫ്രീ, ഇതൊക്കെ ആയിരുന്നു അവിടെ ഓഫർ. കാരണം വിൽപ്പന കൂട്ടാൻ വേണ്ടി അവരെന്തും ചെയ്യും. ഇതാണ് സിസോദിയ പറഞ്ഞത്, നിങ്ങളിങ്ങനെ ഫ്രീ കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഫ്രീ കൊടുക്കാനുള്ള പൈസ നമുക്ക് തരൂ. എന്തിനാണ് നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നത്? നമുക്ക് പൈസ ആവശ്യമുണ്ട്, പൊളിറ്റിക്കലി പൈസ ആവശ്യമുണ്ട്. ഈ ഇലക്ട്രൽ ബോണ്ട് എടുത്തുകൊണ്ട് ഈ പൈസ ഇങ്ങനെ സിസോദിയക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇന്നലെ അതിന്റെ സ്ഥാനത്ത് ലിക്വിഡ് ക്യാഷ് അങ്ങോട്ട് എണ്ണി കൊടുത്തു, പണിയായില്ലേ. 100 കോടി രൂപ നേരെ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് ചാർത്തി കൊടുത്തു. കാര്യം അറിഞ്ഞ് സംഗതി മനസ്സിലായി. എന്തിനാണ് ഈ 100 കോടി വന്നത്, ഏതിനാണ് വന്നതെന്നുള്ള ചോദ്യം വരൂലേ സ്വാഭാവികമായിട്ടും. ഈ കരാർ തയ്യാറെടുക്കുമ്പോൾ BRSന്റെ കവിതയുടെ കമ്പനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർക്ക് വളരെ താല്പര്യമായിരുന്നു. അതിനുവേണ്ടി അവർ പണിയെടുത്തിരുന്നു. ഇതാണ് പുറത്തു വരുമ്പോൾ ഇതൊരു പക്ഷേ ഇതിന്റെ അന്വേഷണം CBI ഏറ്റെടുക്കുമെന്ന് കരുതിയത്. അങ്ങനെ CBI ഏറ്റെടുത്തു കഴിഞ്ഞാൽ കെജ്രിവാളിന് പണി കിട്ടും. കാരണം അങ്ങനെ ഒരു അന്വേഷണം നടന്നാൽ, CBI കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇത് നേരായ വഴിക്കല്ല നടക്കുന്നത്, കെജ്രിവാളിന് പണി കിട്ടും എന്നുള്ള ഒരു ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ നേരത്തെ കൊടുത്തിട്ടുള്ള ആ സ്വകാര്യ കമ്പനികൾക്ക് അത് നടത്താനുള്ള ആ കരാർ റദ്ദാക്കണം. അങ്ങനെ റദ്ദാക്കുമ്പോൾ സ്വാഭാവികമായും ഇവരിൽ നിന്ന് വാങ്ങിയ കൈക്കൂലി, കോഴ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം അവർ അങ്ങനെയാണ് അത് മുതലാക്കുന്നത്, കച്ചവടം ചെയ്താണല്ലോ മുതലാക്കുന്നത്. ഒരു പൈന്റിന് ഒരു പൈന്റ് ഫ്രീ ആയാലും ഒരു കുപ്പിക്ക് ഒരു കുപ്പി ഫ്രീ ആയാലും കച്ചവടം ചെയ്ത് തന്നെ കള്ളരാജാക്കന്മാർ ആരായാലും ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ട് ഇവിടെ CBI അന്വേഷണം വരുമ്പോൾ അത് റദ്ദ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൊടുത്ത 100 കോടി എന്നല്ല അതിലധികം തിരിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ ഗത്യന്തരമില്ലാതെ അവിടെ റദ്ദാക്കി, ആ കരാർ റദ്ദാക്കി. കെജ്രിവാളിന്റെ തടി രക്ഷപ്പെടുത്താൻ നോക്കി. മറ്റൊരു കാശ് വാങ്ങിയതിൽ കൊണ്ടൊന്ന് പണി കൊടുത്തു. രേഖ ഉണ്ടല്ലോ, 100 കോടി രൂപ അക്കൗണ്ടിൽ കൊടുത്തതിന് രേഖയുണ്ട്. അപ്പൊ എന്തിനായി പൈസ കൊടുത്തതെന്ന് ഒരു മറുപടി പറയണം. എന്തിനാ വാങ്ങിയെന്ന് കെജ്രിവാൾ മറുപടി പറയണ്ടേ? ഇനി തെളിവുകളുണ്ടോ എന്ന് ചോദിക്കാം. തെളിവുകളുണ്ട്. അവർ തമ്മിൽ സംസാരിച്ച സംസാരവും അവർ തമ്മിലുള്ള ചാറ്റുകളും അങ്ങനെയുള്ള മുഴുവൻ കണക്കും കാര്യങ്ങളും എല്ലാം EDക്ക് കിട്ടിയിട്ടുണ്ട്.
അത് കിട്ടിയത് കൊണ്ടാണ് ഈടെ കിട്ടിയപ്പോഴെ സിസോഡിയെ പൊക്കി അകത്തിട്ടത്. കെജ്രിവാളിനെ പൊക്കാൻ കുറച്ച് സമയം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ വളരെ വ്യക്തമായ രേഖകൾ, തെളിവുകൾ കയ്യിലുള്ളപ്പോ അത് കോടതിയുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് സിസോഡിയെ പൊക്കി, അതിനുശേഷം കവിതയെ പൊക്കി. ഈ കവിതയും കെജ്രിവാളും ഈ കേസിൽ കൂട്ടുപ്രതി ആയതുകൊണ്ട് തന്നെ പൊക്കി അകത്തിട്ട് കഴിഞ്ഞാൽ ഈ തെളിവുകൾ ഉള്ളിടത്തോളം കാലം ജാമ്യം കിട്ടില്ല, അകത്ത് കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് കൂട്ടാൻ വളരെ വ്യക്തമായി തന്നെ രേഖയുണ്ടാക്കി എല്ലാ തെളിവുകളും സംഘടിപ്പിച്ചതിന് ശേഷം മാത്രം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. കാരണം കെജ്രിവാൾ മുഖ്യമന്ത്രിയാണ്, ഡൽഹി മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പദവിയിൽ ഇരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഒരു ഏജൻസി അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ തെളിവുണ്ടാകണം. വ്യക്തമായ തെളിവും ശക്തമായ അതിന്റെ നിലനിൽപ്പും ഇല്ലാതെ ഒരു അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ ആ അറസ്റ്റ് ചെയ്യുന്ന അന്വേഷണ വിഭാഗത്തിന് മാത്രമല്ല, അതിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന് പോലും പ്രശ്നമാണ്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്ന ജനപ്രിയനായ ഒരു മുഖ്യമന്ത്രിയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നതുകൊണ്ട് അയാൾ വാങ്ങിയ 100 കോടി രൂപയോ അതിൽ അക്കൗണ്ടിൽ വരുന്ന രേഖകളോ അവർ തമ്മിലുള്ള സംസാരമോ ചാറ്റ് ഹിസ്റ്ററികളോ ഒന്നും തെളിവല്ലാതെ അല്ലെങ്കിൽ കുറ്റമല്ലാതെയോ മാറുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് ഷാജൻ സ്കറിയ വീഡിയോയിൽ അരവിന്ദ് കെജ്രിവാളിനെ നന്നായി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വെളുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒരാളെ അരവിന്ദ് കെജ്രിവാൾ ചെയ്തിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ, ഡൽഹി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ട്. വിദ്യാഭ്യാസ മേഖല, മറ്റ് ആശുപത്രി, ആരോഗ്യ മേഖല ഒക്കെ വളരെ നല്ല വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്, പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ നല്ല കാര്യങ്ങളെ നല്ലതെന്ന് തന്നെ പറയണം. ഇനി ഏതെങ്കിലും ഭരണ സംവിധാനങ്ങൾ പകരം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിലവിലുള്ള ആപ്പിന്റെ പാർട്ടികൾ അത് തുടരുക തന്നെ വേണം. അത് അങ്ങനെ തന്നെ ചെയ്യണം. കാര്യം ജനങ്ങൾക്ക് അത് കിട്ടണം. പക്ഷെ എന്ന് കരുതി ഇവിടെ വാങ്ങുന്ന കോഴകളും കൈക്കൂലികളും ഒന്നും വാങ്ങാതെ പുണ്യാളച്ചനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമർത്ഥിച്ചുകൊണ്ട് വെളുപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല.